ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിൻ്റെ തലേ ദിവസം വീടൊക്കെ ഒന്ന് കുട്ടപ്പനാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ചായ കൂടെയൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇന്ന് അയക്കേണ്ട ഒരു കൊറിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. ആൾ അഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് പേര് തന്നിട്ടില്ലായിരുന്നു, എന്ത് പേര് വെക്കണമെന്ന്. അപ്പം ആ ഒരു പേരൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഒന്നും കൂടെ ഒന്ന് പാക്കിങ് അഡ്രസ്സ് വെച്ചിട്ട് മറ്റേ ബബിൾ റാപ്പ് ക്ലിയർ റാപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി സെക്യൂർ ആക്കണം. കാരണം മഴ ആയതുകൊണ്ട് എങ്ങാനും നനഞ്ഞു പോയാൽ ഫുള്ള് പൊതിർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയും കൂടെ ഒന്ന് സെക്യൂർ വെച്ച് അതവിടെ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ ബാക്കി ചോറിനുള്ള കറി കാര്യങ്ങളൊക്കെ ഞാൻ അതിനോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീൻ വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വറക്കാൻ വേണ്ടി മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള പരിപാടിയാണ് ഫുള്ള് പൊടിപടലങ്ങൾ മൊത്തം ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കുക എന്നുള്ളത്. കാരണം ഇങ്ങനെ മുക്കും മൂലയും നമ്മളെപ്പോഴും ഇങ്ങനെ പൊടിയൊന്നും അടിച്ചതാവില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിലും ഞാൻ വൃത്തിയാക്കലുണ്ട്. അത് ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും. പിന്നെ എന്തായാലും ഓണമൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ബെഡ്ഷീറ്റും എല്ലാം മാറ്റി, പിന്നെ അതുപോലെ കർട്ടൻസും ഫുള്ള് വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടി അതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു അലമാരൻ്റെ ഈ ഒരു ഉൾഭാഗമില്ലേ, നമ്മുടെ ഈ വലിപ്പിൻ്റെ മുൾഭാഗം, അതിനെന്താ പറയുക, അത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലില്ലാത്ത സാധനമല്ല ദൈവമേ. കാരണം എന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു. അപ്പോൾ ആ ഒരു പനീൻ്റെ മരുന്നുകളും അതും ഇതും എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ സായി വന്നിട്ട് ഓരോന്നിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മഴയായതുകൊണ്ട് നല്ല തണുപ്പായതുകൊണ്ട് അലമാര സൈഡിലൊക്കെ ഇങ്ങനെ പൂപ്പൽ വരില്ലേ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഫുള്ള് തുടച്ച് വൃത്തിയാക്കി. കണ്ട ഈ പെറുക്കുന്ന മൊത്തം മരുന്നാണ്. അങ്ങനെ അതും വൃത്തിയാക്കിയിട്ട് അലക്കാനുള്ള തുണി അപ്പുറത്ത് കൊണ്ടിട്ട് ഞാൻ പിന്നെ അടിച്ചു വരാൻ ഇറങ്ങിയാണ്. ആ കട്ടിൻ്റെ അടിയിലേക്ക് ചൂലിട്ടപ്പോഴാണ് അതിൻ്റെ ഉള്ളില്ലാത്ത സാധനം. കാരണം അത് ഫുള്ള് സായിൻ്റെ സാധനങ്ങളാണ്. ഇത് ഡെയിലി അടിച്ചു വരുമ്പോൾ കിട്ടുന്നതാട്ടോ എനിക്ക്. കാരണം എന്ത് സാധനം അവനെല്ലാം കൊണ്ടുപോയി ഇങ്ങനെ തള്ളി കട്ടിൻ്റെ അടിയിൽ കൊണ്ടിടും. എനിക്കാണെങ്കിൽ കട്ടിൻ്റെ അടി എപ്പോഴും ഒഴിഞ്ഞും കിടക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ ചെറിയ ബോക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് കട്ടിനടിയിൽ വെക്കുന്നല്ലാണ്ട് ഇങ്ങനെ വേറെ ഒന്നും ഞാൻ ഇങ്ങനെ അതിൻ്റെ അടിയിലൊന്നും കുത്തി കയറ്റാറില്ല. ഇവനാണെങ്കിൽ അവൻ്റെ വണ്ടി എല്ലാം തള്ളി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കും, ബോള് വണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ അതും എല്ലാം അടിച്ചെടുത്ത് മരുന്നിൻ്റെ കവറെല്ലാം അടിച്ച് മാറ്റി. ഇനിയിപ്പോൾ അവിടുത്തെ മാറ്റൊക്കെ ഞാൻ മാറ്റി കേട്ടോ. അതിന് തുടച്ചിട്ട് വേറെ പുതിയ മാറ്റൊക്കെ ഇടണം. എന്തായാലും വൃത്തിയാക്കുമ്പോൾ പിന്നെ മൊത്തത്തിലും വൃത്തി കിടക്കട്ടെ എന്നങ്ങ് വിചാരിച്ച് അങ്ങനെ തുടയ്ക്കൽ. എനിക്ക് തുടയ്ക്കലാണ് ഏറ്റവും വലിയ പണി എന്ന് വെച്ചാൽ. എനിക്ക് എത്ര തുടച്ചാലും വൃത്തിയാവാത്ത പോലെ തോന്നി. ഞാൻ എന്നിട്ട് പിന്നെയും എടുത്ത് തുടയ്ക്കും. അതിപ്പോൾ രാവിലെയും തുടയ്ക്കും, രാത്രി പണി കഴിഞ്ഞിട്ട് അപ്പോഴും തുടയ്ക്കും. കാരണം എനിക്കെന്തൊരു വൃത്തികേടാവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ കാണാൻ വൃത്തികേടൊന്നുമില്ല, പക്ഷെ എനിക്കെന്തൊരു അങ്ങനെ ചിലരുണ്ടാവില്ല അങ്ങനെ. പിന്നെ വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഓരോ പണി. പിന്നെ അവിടെ പുതിയ മാറ്റൊക്കെ ഇട്ട് സായു ഇന്നലെ ഞങ്ങൾ ഫിലിമിന് പോയപ്പോൾ വാങ്ങിയൊരു ജ്യൂസിൻ്റെ കുപ്പിയുണ്ട്, അതും എടുത്തിട്ട് നടക്കുന്നുട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ കറിയൊക്കെ ആയിരുന്നു, മോരുകറി ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ മീനും വറുത്ത്. അത് കഴിഞ്ഞിട്ട് വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ക്ലീനാക്കി അടിപൊളിയാക്കി വൃത്തിയാക്കി ഇട്ട്. കാരണം എല്ലാ പണിയും ഇന്ന് തീർക്കണം. ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ വീട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കി ഇടണം. ഓണായിട്ട് വീട്ടിലില്ലെങ്കിലും മൊത്തം ക്ലീനാക്കി ഇടണമല്ലോ. അപ്പോൾ പണിയൊക്കെ ഏകദേശം ഒന്ന് ഒരുങ്ങി ഞാനവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. കാരണം മടുത്ത് എല്ലാത്തിൻ്റെയും നമ്മളിങ്ങനെ എല്ലാ പണിയും ഒരു ദിവസം എടുക്കുമ്പോൾ ആ ദിവസം വല്ലാണ്ട് മടുത്തു പോവല്ലോ. ബാക്കിയുള്ള ദിവസം അങ്ങനെ നിർബന്ധമില്ലല്ലോ. പിന്നെ അങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഞാൻ കുളിക്കാൻ പോകുമ്പോഴാണ് ഞാനൊരു കാര്യം കാണുന്നത്. ഞാൻ വെറുതെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പം കണ്ടോ, കാൽപ്പാട് കണ്ടോ, ചെറിയ പട്ടി കയറിയതാണോ പൂച്ച കയറിയതാണോ എന്നറിയില്ല. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ നേരെ അകത്തേക്കാണ് പോകുന്നത്. കണ്ടോ, എനിക്ക് പിടിച്ച പ്രാന്തല്ലേ തന്നെ തുടച്ചാൽ മതിയാവാത്ത ഞാൻ. എൻ്റെ ദൈവമേ, അത് കണ്ടിട്ട് ദേഷ്യമാണോ സങ്കടമാണോ അത് വരുന്നത്. കാരണം എല്ലാ പണിയും കഴിഞ്ഞ് കുളിച്ചിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോകുമായിരുന്നു ഞാൻ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പണി. ഞാൻ എന്നിട്ട് പിന്നെ അതെടുത്തൊക്കെ വൃത്തിയാക്കി ഫുള്ള് തുടച്ച്. പട്ടിയാണോ പൂച്ചയാണോ എന്ന് അറിയാത്തതുകൊണ്ട് 3 വട്ടമൊക്കെ ഞാൻ അവിടെ തുടച്ച്. കാരണം എനിക്ക് ഭയങ്കര അങ്ങനത്തെ വൃത്തിയേട് ഫീൽ ചെയ്യും എനിക്ക്. ഇത് പിറ്റേ ദിവസം കേട്ടോ. ഇതാണ് ഓണത്തിൻ്റെ ശരിക്കും തലേന്ന്, അതായത് ഞാൻ ഇന്ന് തന്നെ എടുത്ത വീഡിയോ ഇത് രാവിലെ. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട്, ഉച്ചയല്ല ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, ഉച്ചയായില്ല അപ്പോഴത്തേക്ക് ഞാനപ്പോൾ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് എന്തായാലും വൃത്തിയാക്കി എന്നാലും മിറ്റം കൂടി ഒന്ന് ഫുള്ള് കഴുകണം. കാരണം ഉണ്ണിയുടെ വണ്ടി കഴുകി കഴിഞ്ഞാൽ ഈ ടയറിൻ്റെ ഉള്ളിൽ നിന്ന് മണൽ ഫുള്ളുണ്ടാവും ആ ഭാഗത്ത്. കാരണം അതിൻ്റെ മോൾ ഭാഗം ഷീറ്റ് കെട്ടിയുണ്ട്, വണ്ടി നിർത്തി ഷീറ്റ് കെട്ടിയുണ്ട്, അവിടെ മഴ കൊള്ളൂല. അതുകൊണ്ട് വെള്ളത്തിൽ ഒലിച്ചും പോകില്ല. അപ്പോൾ എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകണം.
അങ്ങനെ അത്രയും നല്ലൊരു മുറ്റത്ത് അങ്ങനെ മണ്ണ് കിടക്കുന്ന കാണുമ്പോൾ ഒരു വൃത്തിയാണല്ലേ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇപ്പം മഴയാണെങ്കിലും വെയിലാണെങ്കിലൊക്കെ ഇങ്ങനെ കഴുകും കേട്ടോ. അങ്ങനെ ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടിലേക്കുള്ള സാധനങ്ങളും കൂടെ പാക്ക് ചെയ്തിട്ട് പോകണം. അപ്പം തലേന്നത്തെ ഒരുക്കങ്ങളും പിറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ് ഓണം ആഘോഷിക്കാൻ. അപ്പോൾ ഓണത്തിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം ശരി, ബായ്.